എൻ്റെ നാലാമത്തെ തെരഞ്ഞെടുപ്പിലും എനിക്കിവിടെ അനുഭവപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 15 വർഷക്കാലം ഇവിടെ ഒരു MP എന്ന നിലക്ക് നിങ്ങൾക്കെല്ലാം പരിശോധിക്കാവുന്ന വിഷയമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവന്ന് നടപ്പിലാക്കിയ ഒരു മണ്ഡലം കോഴിക്കോടാണ്. എണ്ണി പറയാൻ സാധിക്കാവുന്ന പദ്ധതികളാണ്. ഒന്ന്, അതിൻ്റെ പിറകെ നടന്നുകൊണ്ട് തന്നെയാണ് ആ പദ്ധതികൾ നേടിയെടുത്തിട്ടുള്ളത്. എടുത്തു പറയാൻ സാധിക്കുന്ന ഒരുപാട് പദ്ധതികൾ, PMSSYയുടെ പ്രോജക്റ്റ് ഉൾപ്പെടെ മെഡിക്കൽ കോളേജ്, ക്യാൻസർ സെൻറ്റർ, അതുപോലെ തന്നെ ഇംഹാൻസ്, അതുപോലെ CRC, അതുപോലെ CGHS വെൽനസ് സെൻറ്റർ, അതുപോലെ നമ്മുടെ ESI തൊഴിലാളികൾക്കുള്ള സബ് സെൻറ്റർ, അതുപോലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ നവീകരണ പദ്ധതി, കോഴിക്കോട് മാത്രമല്ല ഫറൂഖ്, കടലുണ്ടി, അങ്ങനെ എടുത്തു പറയാൻ കഴിയാവുന്ന നിരവധി പദ്ധതികൾ, അതൊക്കെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. ഇനി എനിക്ക് തോന്നുന്നത്, എൻ്റെ മനസ്സിലുള്ളത്, കോഴിക്കോടിന് പരമപ്രധാനമായിട്ടുള്ള എയിംസ് ഹോസ്പിറ്റൽ, എയിംസ് കോഴിക്കോട് യാഥാർത്ഥ്യമാക്കണം. ബേപ്പൂർ പോർട്ടിൻ്റെ എക്സ്പാൻഷൻ വളരെ അനിവാര്യമാണ്. ലക്ഷദ്വീപിന് അതിൻ്റേതായ പ്രാധാന്യം കൂടി വരികയാണ്. ഇപ്പോൾ ഇവിടുത്തെ എല്ലാം തന്നെ മംഗലാപുരത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ്. നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള ബേപ്പൂർ പോർട്ടിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ എടുത്തു പറയാൻ സാധിക്കാവുന്ന ഇത്തരം പദ്ധതികൾ കോഴിക്കോട് നമുക്ക് കൊണ്ടുവരണം. പൂർത്തീകരിക്കേണ്ട പദ്ധതികൾ പൂർത്തീകരിക്കണം. അതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹകരണം അനിവാര്യമാണ്. അതിൽ കക്ഷി രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമില്ല. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നിർബന്ധമായി സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ പദ്ധതികൾ പൂർത്തിയാക്കാൻ സാധിക്കൂ. നമ്മുടെ കോഴിക്കോട്ടെ ഒരു ജനപ്രതിനിധി നിരക്ക് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനുള്ള തുടർന്നുള്ള പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാം തന്നെ സമ്പൂർണമായ സഹകരണം വിനിയോഗം ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ രാഷ്ട്രീയം ആണെങ്കിൽ കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള UDFൻ്റെ മുന്നേറ്റം, ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, എക്സിറ്റ് പോൾ പോലും കോൺഗ്രസിനെ കുറിച്ചും ഇന്ത്യ അലയൻസിനെ കുറിച്ചും പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പിറകിലായിരിക്കുന്നത് എല്ലാവരും പറഞ്ഞു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മികച്ച വിജയം നേടാൻ കോൺഗ്രസിനും ഇന്ത്യ അലയൻസിനും സാധിച്ചു. BJP പുറകോട്ട് പോകേണ്ടിയിരുന്നു. സ്വന്തമായി ഗവൺമെൻറ് വെക്കാൻ കഴിയാത്ത അവസ്ഥ BJPക്ക് വന്നു. ഇതെല്ലാം ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ വിജയമാണ്, മതേതരത്വത്തിൻ്റെ വിജയമാണ്. അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലാണെങ്കിൽ വലിയ മാറ്റമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ 2 ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള വിധിയാണ് സത്യം പറഞ്ഞത്. ഇപ്പോൾ കോഴിക്കോട് തെരഞ്ഞെടുപ്പിൽ ഈ ലഭിച്ച ഭൂരിപക്ഷം, എനിക്ക് 1,46,000 വോട്ടുകളുടെ ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷത്തിൽ എല്ലാ വിഭാഗക്കാരും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. ആരുടെയെങ്കിലും പേര് പ്രത്യേകം പറയേണ്ട കാര്യം, എല്ലാ വിഭാഗവും സഹകരിച്ചിട്ടുണ്ട്. അതിനൊരു കാരണം 2 ഗവൺമെൻറ്റുകളെതിരായിട്ടുള്ള അവരുടെ പ്രതിഷേധമാണ്. മറ്റൊന്ന്, ഒരു ജനപ്രതിനിധി നിലക്ക് എന്നെ ആർക്കും സമീപിക്കാം, എപ്പോഴും സമീപിക്കാം, ഏത് വിഷയം വന്നാലും സമീപിക്കാം. ഞാൻ അവരോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഇവരുടെ ആത്മബന്ധം കൂടിയാണ് ഈ ഭൂരിപക്ഷത്തിൻ്റെ കാരണമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് എനിക്ക് ആമുഖമായി നിങ്ങളോട് പറയാനുള്ളത്. മറ്റു കാര്യങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കനുസരിച്ച് പറയാം. ഈ ദേശീയപാതയുടെ കാര്യത്തിൽ ഈ സത്യം പറഞ്ഞാൽ അതിൻ്റെ കോൺട്രാക്ടറാണ് ഏറ്റവും കാലതാമസം ഉണ്ടാക്കിയാണ്. 3 വർഷം നഷ്ടപ്പെടുത്തി. അതിന് വലിയൊരു ഹിസ്റ്ററിയുണ്ട്. കാരണം 3 വർഷം മുമ്പേ പൂർത്തിയാകേണ്ടുന്ന ഒരു വർക്ക് ആരംഭിക്കാത്ത ഘട്ടം വന്നപ്പോൾ ഞാൻ തന്നെയാണ് മന്ത്രിക്ക് ഈ കമ്പനിയെ ടെർമിനേറ്റ് എഴുതി കൊടുത്തത്. ഗഡ്കരിജിയെ ഓഫീസിൽ പോയി കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞ കാര്യമുണ്ട്, ഞാനിപ്പം ചെയ്യാം, പക്ഷേ ഇത് പിന്നീട് ഈ പ്രോജക്റ്റ് വരണമെങ്കിൽ വർഷം കുറേ പിടിക്കും. ഇത് ഹിന്ദു വിവാഹ മോചനം പോലെ ആയിരിക്കും അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ മോചനം കിട്ടണമെങ്കിൽ സമയം കുറേ പിടിക്കും, നീണ്ടു പോകും.
അതുകൊണ്ട് നല്ലത് അയാളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ അദ്ദേഹമാണ് എൻ്റെ പ്രസൻസിൽ കോൺട്രാക്ടർ ഫോണിൽ വിളിച്ച് പറയുന്നു എപ്പോഴും വർക്ക് ആരംഭിക്കും. അങ്ങനെയാണ് ഓരോ ഓഗസ്റ്റ് 20 തീരുമാനിച്ചുകൊണ്ട് വർക്ക് ആരംഭിക്കുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺട്രാക്ടർ അനാസ്ഥയുണ്ട്. ഇപ്പോഴുണ്ടായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ യൂട്ടിലിറ്റി സർവീസ് പൂർണ്ണമായും ഷിഫ്റ്റ് ചെയ്യാനുള്ള ചുമതല ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ ആരും തന്നെ വളരെ ഗൗരവമായ വിഷയം കാണുന്നില്ല. കാരണം കോൺട്രാക്ടർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമെങ്കിലും ഈ യൂട്ടിലിറ്റി സർവീസ് വലിയ വിഷയമാണ്. അതിന് കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രസൻസിൽ മാത്രമേ ചെയ്യാൻ സാധിക്കൂ. അതിൽ വരുത്തിയ കാലതാമസമാണ് സത്യം പറഞ്ഞാൽ വേങ്ങേരിയുടെ വലിയ പ്രശ്നം. കാലതാമസം ഒരു കാരണം അതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ് കുറെ കൂടി താല്പര്യം കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് കേരളത്തിൽ ഇത്തവണ ലഭിച്ചിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ രണ്ടുപേര് വരുന്നു, പ്രത്യേകിച്ചും സുരേഷ് ഗോപിയെ പോലൊരാളും കൂടെ എത്തുന്നു, എങ്ങനെ താങ്കൾ കാണുന്നു ഈ ഒരാൾ ജയിച്ച മന്ത്രിയാളാണ്, മറ്റേ ആൾ ജയിക്കാതെ മന്ത്രിയാളാണ്. ഒരാൾ രാജ്യസഭ വഴി വരുന്ന എൻ്റെ വിശ്വാസം. രണ്ടുപേരും കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി സഹായിക്കണം എന്ന് എൻ്റെ അഭിപ്രായം. ആളുകൾ എങ്ങനെ എത്രയധികം സഹകരിച്ചിരുന്നു? അല്ല, അതിപ്പോ ജനങ്ങൾ തീരുമാനിക്കേണ്ട വിഷയമാണ്. അല്ല, എനിക്കങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ മാത്രമാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത്. ചില പ്രവാസികളുടെ വിഷയങ്ങളിൽ ഞാൻ പോയി കാണാറുണ്ട്, അദ്ദേഹം സഹായിക്കാറുണ്ട് പല വിഷയങ്ങളിൽ. പക്ഷെ രണ്ട് മന്ത്രിമാരും കേരളത്തിൻ്റെ പൊതുവായ വിഷയങ്ങളിൽ അവരുടെ സഹകരണം ഉണ്ടാകണം. കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങളിൽ അവരുടെ നിർബന്ധമായും അവർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ സഹായിക്കണം, കേരളത്തിലെ ജനങ്ങളെ സഹായിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, ഞാൻ പറഞ്ഞത് എയിംസ് കേരളത്തിന് എയിംസ് നിർബന്ധമായും കിട്ടിയേ പറ്റും. 2 സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കാൻ ബാക്കി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, ഒന്ന് കർണാടക, ഒന്ന് കേരളമാണ്. ഈ കേരളത്തിൻ്റെ എയിംസിന് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ ഇനീഷ്യേറ്റീവ് ചെയ്ത് ലാൻഡ് അക്വിസിഷൻ കഴിഞ്ഞ് 160 ഏക്കർ ഭൂമി ഹാൻഡ് ഓവർ ചെയ്തു. 100 ഏക്കർ കൂടി എനിക്കൊന്ന് അക്വിസിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിർബന്ധമായും കേരളത്തെ തന്നേ പറ്റൂ. ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് തവണ ഞാൻ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് വരെ കൊണ്ടുപോയ ആളാണ്. എത്രയോ തവണ ഹെൽത്ത് മിനിസ്റ്റർ കണ്ടു, പ്രൈം മിനിസ്റ്റർ ഞാൻ 3 തവണ കണ്ടു. ആരും ഇല്ലെന്ന് പറയുന്നില്ല. എന്തുകൊണ്ടാണ് വൈകുന്നു എന്നതിന് ഉത്തരവുമില്ല. അല്ല, അത് അതിൻ്റെ അകത്ത് അദ്ദേഹം എന്തർത്ഥത്തിൽ പറഞ്ഞു എനിക്കറിയില്ല. കാരണം ഈ ലാൻഡ് വലിയ വിഷയമാണ്, നമ്മൾ ആലോചിക്കേണ്ട കാര്യം അതാണ്. നമുക്ക് എയിംസ് സ്ഥാപിക്കണമെങ്കിൽ 250 ഏക്കർ മിനിമം വേണം. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ എക്വയർ മാത്രമേ ലാൻഡ് നമുക്ക് കിട്ടൂ. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് പൊതുവായിട്ടുള്ള തീരുമാനം എയിംസ് കോഴിക്കോട് കിനാലൂരിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിന് 150 ഏക്കർ എക്വിസിഷൻ കഴിഞ്ഞു, ഹാൻഡ് ഓവർ ചെയ്തു. 100 ഏക്കർ ചെയ്തുകൊണ്ട് കാണും. അപ്പോൾ ഭൂമി ആര് കൊടുക്കും? പ്രഖ്യാപിച്ച പോരല്ലോ. സുരേഷ് ഗോപി എങ്ങോട്ട് കൊണ്ടുപോകുന്ന വേറെ വിഷയം. ഭൂമി 250 ഏക്കർ ഭൂമി വരുമ്പോൾ ആരെ ഏറ്റെടുത്ത് കൊടുക്കും? സുരേഷ് ഗോപി കഴിയോ? കേന്ദ്ര ഗവൺമെന്റ് ചെയ്യോ? ഇല്ല. കേന്ദ്രത്തെ നിലപാട് തന്നെ സംസ്ഥാന ഗവൺമെന്റുകൾ അതിനാവശ്യമായിട്ടുള്ള ഭൂമി ഉൾപ്പെടെ ഏറ്റെടുത്ത് കൊടുക്കണം. അവിടെ പ്രഖ്യാപിക്കുന്ന ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് സുരേഷ് ഗോപി എന്തർത്ഥത്തിൽ പറഞ്ഞു എനിക്കറിയില്ല. പക്ഷേ ഭൂമി എവിടെ നിന്ന്, അതിനും കൂടി സുരേഷ് ഗോപി ഉത്തരം പറഞ്ഞു. എവിടെ നിന്നാണ് ഭൂമി? എവിടെയാണ് ഭൂമി? ആദ്യം ഭൂമി കാണണ്ടേ? മേലെ സ്ഥാപിക്കാൻ കഴിയില്ലല്ലോ, താഴ്ത്തണ ചെയ്യണ്ടേ? ഭൂമി വേണ്ടേ? ആ ഭൂമി എവിടെയാണ്? അതുകൂടി സുരേഷ് ഗോപി പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ സംശയം? സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനമുണ്ട്. അതുകൊണ്ടാണല്ലോ കിനാലൂര് ഈ ഭൂമിയുടെ കാര്യത്തിൽ തീരുമാനമായത്. 150 ഏക്കർ ഭൂമി കിൻഫ്രയുടെ കയ്യിലുള്ള ഭൂമി ഏറ്റെടുത്തു, എയിംസിനോട് കൊടുക്കാൻ തീരുമാനമെടുത്തു. ക്യാബിനറ്റ് ഡിസിഷൻ വന്നു. കൂടാതെ 100 ഏക്കർ കൂടി അതിന്റെ എക്വിസിഷൻ നടന്നു കൊടുക്കണം. അപ്പോൾ ഉറപ്പല്ലേ?
സുരേഷ് ഗോപി പെട്ടെന്നായിരിക്കും അദ്ദേഹം അദ്ദേഹം മന്ത്രിയല്ലേ, അദ്ദേഹത്തിന്റെ ഭരണല്ലേ. എന്റെ ചോദ്യം ഇതേ ഉള്ളൂ, എയിംസ് കേരളത്തിൽ കിട്ടണം. സ്റ്റേറ്റ് ഗവൺമെന്റ് ജനങ്ങളുടെ താല്പര്യം കോഴിക്കോടാണ്. ഇനി അദ്ദേഹം അല്ല എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഭൂമിയും കൂടെ അദ്ദേഹം പറഞ്ഞാൽ മതി. അപ്പോ ഉറപ്പാണ് ഇത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്, ഇത് രാഷ്ട്രീയ തീരുമാനമാണ്. ഇത് അദ്ദേഹത്തിന്റെ ഭരണം, അദ്ദേഹത്തിന്റെ തീരുമാനമാണെങ്കിൽ രാഷ്ട്രീയ തീരുമാനമാണ്. അല്ലാതെ കേരളത്തിന്റെ താല്പര്യമാണെങ്കിൽ കിനാലൂരിൽ സ്ഥാപിച്ചേ പറ്റൂ. കാസർഗോഡും പാലക്കാടും ജനകീയ കൂട്ടായ്മ നമ്മുടെ എയിംസ് വേണമെന്നുണ്ട്. ഹൈക്കോടതിയിൽ കേസ് പരിഹരിക്കുന്നുണ്ട്, റിപ്പറ്റീഷൻ പരിഹരിച്ച് കഴിഞ്ഞ കേൾക്കണ്ടേ. അതുകൊണ്ടായിരിക്കും ബി ജെ പി കളിക്കുന്നത്, ആംബിവാലന്റായിട്ട് കാര്യങ്ങൾ എടുക്കുന്നത്. അല്ല, ഇതിൽ ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ഭൂമിയാണല്ലോ ആദ്യം, ലാൻഡാണല്ലോ വേണ്ടത്. ഈ ലാൻഡ് എവിടെയാണ് പറഞ്ഞാൽ മതി. സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞ ലാൻഡ് കിനാലൂരിലാണ്. അല്ല, അത് ഗവൺമെന്റ് ഇതിലൊരു കാര്യമുണ്ട്, ഈ ഭൂമി സ്റ്റേറ്റ് ഗവൺമെന്റ് ഏറ്റെടുത്ത് കൊടുക്കണം. ഭൂമി സ്റ്റേറ്റ് ഗവൺമെന്റ് ഏറ്റെടുത്ത് കൊടുത്താൽ മാത്രമേ എയിംസ് പ്രഖ്യാപിക്കൂ. ഇവിടെ ഭൂമി റെഡിയാണ് കോഴിക്കോട്, സംസ്ഥാന ഗവൺമെന്റും അതിനുവേണ്ടി നിൽക്കുകയാണ്. പിന്നെ എവിടുന്ന ഭൂമി കിട്ടും? അല്ല, കേന്ദ്ര ഗവൺമെന്റ് പറയട്ടെ, എവിടെയാണെന്ന് പറയട്ടെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ അവർക്കും ആഗ്രഹമുണ്ട് എയിംസ് അവിടെ വേണം, എല്ലാ ജില്ലക്കാർക്കും ഉണ്ട്, ഒരു സ്ഥലത്ത് മാത്രമല്ല. പക്ഷെ ഈ ഭൂമി വേണ്ടേ? കേരളത്തിൽ എവിടെ എത്ര ഭൂമി കിട്ടുക? അത് സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തു കൊടുക്കണ്ടേ? ഇവിടുത്തെ ഗവൺമെന്റ് LDF ഗവൺമെന്റ്, BJP ഗവൺമെന്റ് അല്ല. ഈ ഗവൺമെന്റ് തീരുമാനം കോഴിക്കോടാണ്. ഭൂമി കുറെ ഏറ്റെടുത്ത് കഴിഞ്ഞു, ഇനി കുറച്ച് ഏറ്റെടുക്കണം, അത് നടക്കുകയാണ്. ഭൂമി എവിടെ? സുരേഷ് ഗോപി അതും പറയണ്ടേ? റെയിൽവേ കൊടുത്ത ഭൂമി തിരിച്ചതിന് കൊടുക്കുന്നതിന് എനിക്ക് അറിയില്ല, കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് ഏറ്റെടുത്ത് കൊടുത്ത ഭൂമിയാണ്. ഒരു പർപ്പസിന് കൊടുത്തു കഴിഞ്ഞാൽ റെയിൽവേയുടെ ആവശ്യങ്ങൾക്കാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് പണം മുടക്കി ആ ഭൂമി എടുത്തു കൊടുത്തത്. അത് മാറ്റി കൊടുക്കണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടെ അറിയണ്ടേ? എളുപ്പമല്ലോ. ഒരു സ്റ്റേറ്റിൽ പ്രഖ്യാപിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് താല്പര്യം നോക്കണമല്ലോ, ഏത് പ്രോജക്റ്റ് ആണെങ്കിലും. അല്ല, ബന്ധപ്പെട്ട അദ്ദേഹത്തെ കാണുന്ന ഒരു കുഴപ്പമില്ല, നിർബന്ധമായി കാണുന്ന ഇപ്രകാരം ഞാൻ കേരളത്തിലുള്ള മന്ത്രി 2 മന്ത്രിമാരും കാണും, കോഴിക്കോട്ടെ കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും, നിർബന്ധമായി കാണും. കാരണം എയിംസ് കേരളത്തിൽ കിട്ടിയേ പറ്റൂ. അത് കോഴിക്കോട് സ്ഥാപിക്കാനാണ് സ്റ്റേറ്റ് ഗവൺമെന്റും എല്ലാം തീരുമാനിച്ചിട്ടുള്ളത്. അത് നടക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിപ്പോ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റുകളുടെ തീരുമാനമാണല്ലോ. അതാണ് അവിടെയാൻ പറഞ്ഞത്, ഭൂമിയുടെ വിഷയം അവിടെയാൻ പറഞ്ഞത്. ലാൻഡ് എടുത്തു കൊടുക്കേണ്ട സ്റ്റേറ്റ് ഗവൺമെന്റാണ്. ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നു, ഞങ്ങൾ ഇതാ ലാൻഡ് കിനാലൂരിൽ ഞങ്ങൾ 150 ഏക്കർ ഭൂമി ഏറ്റെടുത്തു, ഇനി 100 ഏക്കർ എക്സിക്യൂഷൻ നടന്നു കൊടുക്കാം. അപ്പൊ അതെങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിലേ ചെയ്യും? എനിക്കത് തോന്നുന്നില്ല. എനിക്കതിൽ അഭിപ്രായമില്ല. ഭൂമിയുള്ള സ്ഥലത്ത് എടുക്കാന്നല്ലാതെ. കാരണം മലബാറിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് എയിംസ്. അതുകൊണ്ട് മലബാറിൽ സ്ഥാപിക്കാനുള്ള തീരുമാനമാണ് സംസ്ഥാന ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. സംശയം എന്താ? പ്രധാനമന്ത്രിയെ കണ്ടു, മറ്റു മന്ത്രിമാരെ കണ്ടു, സർക്കാർ ഇവിടെ സ്ഥലം ഏറ്റെടുക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്.
ഇതിന് വേണ്ടിയിട്ട് ഒരു ജനകീയ മുന്നേറ്റത്തിന് ഇനി ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുക? സംശയം എന്താ? ഒരു ജനകീയ മുന്നേറ്റം ഇവിടെ ഉണ്ടായില്ലല്ലോ. ഇല്ല. ഇടപെടുന്നുണ്ട്, അതെ, സർക്കാർ എന്നുള്ള നിലയ്ക്ക് ഇടപെടുന്നുണ്ട്, അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ എയിംസിന് വേണ്ടിയിട്ട് ഇവിടെ മറ്റ് വികസനത്തിനൊക്കെ വേണ്ടി ജനകീയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു ജനകീയ മുന്നേറ്റം ഒരു സംശയമില്ല. അക്കാര്യത്തിൽ ഞാൻ മുൻകൈ എടുക്കാൻ തയ്യാറാണ്. സംസ്ഥാന ഗവൺമെന്റുമായി ആലോചിച്ചുകൊണ്ട് ആ കാര്യത്തിൽ മുൻകൈയെടുക്കാൻ ഞാൻ തയ്യാറാണ്. കോഴിക്കോട് എയിംസ് സ്ഥാപിക്കാൻ സർവകക്ഷി യോഗം വിളിക്കാൻ തയ്യാറാണ്. അത് ഞാൻ വിളിക്കാൻ തയ്യാറാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആലോചിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു പൊതു വിഷയമാണല്ലോ. മാത്രം ഒതുങ്ങി പോകണ്ട. വേറെയും കുറെ പദ്ധതി കോഴിക്കോട് ആവശ്യമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓ അതെ, അതിൻ്റെ ഒരു കാരണം ഈ സെൻട്രൽ പ്രോജക്റ്റ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സ്റ്റേറ്റിന് മാച്ചിങ് ഫണ്ട് കൊടുത്തു. മൊത്തം 200 കോടിക്കടുത്താണ് അതിൻ്റെ പ്രോജക്റ്റ് കോസ്റ്റ്. അന്ന് MOU സൈൻ ചെയ്തിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്തുമായിട്ട്. അതിൽ ഇവിടുത്തെ മുഴുവൻ സ്റ്റാഫിനെയും അപ്പോയിൻറ്റ് ചെയ്യാം എന്നൊരു ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. 126 146 സ്റ്റാഫ് ഈ നിമിഷം വരെ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തില്ല. അതിൻ്റെ ഒരു പ്രയാസം അവിടെ അനുഭവിക്കുന്നു. എന്ന് മാത്രമല്ല, സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് വേണ്ട രീതിയിൽ VMSSOI എന്തിനാണോ സ്ഥാപിച്ചത്, മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി, അതിൻ്റെ ഒരു ഗുണം ജനങ്ങൾക്ക് കിട്ടുന്നില്ലെന്നുള്ള സത്യം. ഇത് ഞാൻ അവരുമായി സംസാരിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യമാണ്. 126 സ്റ്റാഫ് വേണം, പാരാമെഡിക്കൽ സ്റ്റാഫ് വേണം. ഇതുവരെ ചെയ്തില്ല. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് നിർബന്ധമായും കേന്ദ്രത്തിന് നൽകിയിട്ടുള്ള വാക്ക് പാലിക്കണം. ഇത് മലബാറിലെ എല്ലാ ജില്ലകളിലെയും രോഗികളെ ആശ്രയിക്കുന്ന സ്ഥാപനമാണ് ഈ VMSSOI പ്രോജക്റ്റ്. അതുകൊണ്ട് അടിയന്തരമായി 126 സ്റ്റാഫിനെ, എണ്ണം കൃത്യമായി എനിക്കറിയില്ല, ഇതുവരെ സ്റ്റാഫിനെ നിയമിച്ചില്ല. ആ സ്റ്റാഫിനെ നിയമിച്ചാൽ മാത്രമേ ഈ PMSSOI എന്തിനാണോ സ്ഥാപിച്ചത് അത് നമുക്ക് പ്രയോജനകരമാകൂ എന്നാണ് വിശ്വാസം. അതിന് എൻ്റെ റിക്വസ്റ്റ് കോഴിക്കോട്ടെ 2 മന്ത്രിമാർ, ഒന്ന് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്, ബഹുമാനപ്പെട്ട വനം മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ, ഈ 2 പേരും താല്പര്യമെടുത്ത് അടിയന്തരമായും യുദ്ധകാലാടിസ്ഥാനം എന്ന പോലെ നേരത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്ത ഒരു MOU ഉണ്ട്. അതിൽ പറഞ്ഞ പോലെ സ്റ്റാഫിനെ നിയമിച്ചാൽ അവിടുത്തെ എല്ലാ വിഷയം തീരും. ഇപ്പോഴത്തെ അവസ്ഥ സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് ആരും ഒന്നും ചെയ്യാത്ത അവസ്ഥയാണ്. ബാംഗ്ലൂർ എക്സ്പ്രസ് പിന്നെ അന്നേരം വരെ കോഴിക്കോട് നിർത്താനുള്ള തീരുമാനമെടുത്തത്. അല്ല, അത് തീരുമാനമായി. ടൈമിംഗ് എല്ലാം ഫൈനലൈസ് ചെയ്തു. പക്ഷെ നിർഭാഗ്യവശാൽ മംഗലാപുരം MP നളിൻ ഘട്ടിൽ അദ്ദേഹം രേഖാമൂലം മന്ത്രിക്ക് പരാതി കൊടുത്തു. ഒരു കാരണവശാലും എക്സ്റ്റൻഷൻ പറ്റില്ല കോഴിക്കോട്ടേക്ക്. അതിൻ്റെ പിന്നിലെ എന്താണ് താല്പര്യം എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് മിനിസ്റ്റർ തൽക്കാലം അത് പെൻഡിങ്ങിൽ വെക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ വീണ്ടും ഒന്ന് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, ഈ ബാംഗ്ലൂർ കണ്ണൂർ ട്രെയിൻ എക്സ്റ്റൻഷൻ കോഴിക്കോട്ടേക്ക്. 2 ഈ ഗോവ മാംഗ്ലൂർ വന്ദേ ഭാരത്, അത് മിനിസ്റ്ററിനോട് നേരിട്ട് അഗ്രി ചെയ്താണ്. ഇപ്പം ലോസിലാണ് പോകുന്നത്. അത് കോഴിക്കോടേക്ക് നീട്ടാൻ താല്പര്യമെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രോസസ്സിങ് നടന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 2 ട്രെയിനുകളുടെയും കോഴിക്കോട്ട് എക്സ്റ്റൻഷന് വേണ്ടി ഇപ്പം ഹൗസ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. നിർബന്ധമായും റെയിൽവേ മന്ത്രിയെ കണ്ട് ഉദ്യോഗസ്ഥന്മാരെ കണ്ട് അതിന് ശക്തമായ സമ്മർദ്ദം ചെലുത്തും. മുരളീധരന്റെ തോൽവിയിൽ ആദ്യം
അദ്ദേഹത്തെ പോയി കണ്ട് സമാധാനിക്കാൻ പോയ ആള് രാഘവനാണ്. അപ്പം അത് മാത്രമല്ല, ശശി തരൂരുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടായപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ സൃഷ്ടിച്ചിട്ട് അവരുടെ കൂടെ എന്താണ് നേതാവും രാഘവനാണ്. അപ്പൊ കെ മുരളീധരന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വിഷയത്തില് അദ്ദേഹത്തെ എങ്ങനെയാണ് കാണുന്നത്, എന്താണ് ഇതിൽ പ്രതികരണം? ഒന്നുമല്ല, ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയത് തെരഞ്ഞെടുപ്പിൽ ഒരു തോറ്റ ഒരാൾ നിൽക്കും കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് നിലക്കാണ്. അദ്ദേഹത്തെ പോയി കണ്ടത് കാര്യങ്ങൾ അറിയാനും എന്താ തൃശ്ശൂർ സംഭവിച്ചത് അതൊക്കെ മനസ്സിലാക്കാനും അദ്ദേഹവുമായി സംസാരിക്കാനും ഞാൻ പോയത്. അതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത്, അന്നോട് സൂചിപ്പിച്ചത് കോഴിക്കോട് തൃശ്ശൂരെ പരാജയത്തെക്കുറിച്ച് തന്നെയാണ്. അതിനെ പാർട്ടി പരിശോധിക്കും, പാർട്ടി നടപടി സ്വീകരിക്കും എന്ന മറുപടിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വിഷയം അവിടെ വെച്ച് തീർന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, സംഭവിച്ചിട്ടില്ല. മുൻകാലങ്ങളിൽ രാഘവട്ടൻ വിഷയം കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇടപെട്ട ആ ഒരു തീവ്രതയോടെ മുരളീധരന്റെ കാര്യത്തിൽ പ്രതികരണം രാഘവട്ടന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പാർട്ടി എന്ത് ചെയ്തു എന്നുള്ളത് അവിടുത്തെ എല്ലാ പ്രശ്നവും നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നമല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? നിങ്ങളിലെ മുഴുവൻ കുത്തിപ്പൊക്കി എല്ലാ എല്ലാ ഈ അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടത്, ഈ പ്രതാപൻ മത്സരിക്കുന്നില്ല തീരുമാനിച്ചു. AICCക്ക് എഴുതി കൊടുത്തു, ഞാനില്ല. അല്ല, ഞാൻ പറയുന്നത് കേൾക്ക്. അദ്ദേഹം രേഖാമൂലം എഴുതി കൊടുത്തത് എനിക്കറിയാം, എന്നോടും പറഞ്ഞിട്ട് ഞാനില്ല. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് സുരേഷ് ഗോപി BJP ജയിക്കാതിരിക്കാൻ എന്താണ് മറികട പറ്റുന്ന ഒരാളയക്കണം. അതിപ്പോ നമ്മൾ കണ്ടത്, പാർട്ടി കണ്ടത് മുരളിയെ തന്നെയാണ്. അങ്ങനെയാണ് മുരളിയോട് സംസാരിച്ച് മുരളിയുടെ സമ്മതത്തോടു കൂടിയാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹം കൊണ്ടുപോയത്. ഇങ്ങനെ തോൽവി ഉണ്ടെന്ന് ആരും കരുതിയില്ല. അല്ല, ഞാനതിൻ്റെ അത് പറഞ്ഞല്ലോ. അത് പാർട്ടി കോൺഗ്രസ് നേതൃത്വം പരിശോധിച്ച് എന്താണ് നടന്നത്, കോൺഗ്രസ് ലീഡർഷിപ്പാണ് ആ കാര്യത്തിൽ കൃത്യമായി മറുപടി പറയുന്നത്. ഇപ്പോൾ കമ്മീഷനെ വെച്ചു, അന്വേഷിക്കാൻ വേണ്ടി പോവാണ്. എവിടെയാണ് പാളിച്ച, എവിടെയാണ് പോരായ്മ, എന്തൊക്കെ നടന്നു എന്നുള്ള കൃത്യമായിട്ട് പുറത്തു വരും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂർ ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി അന്വേഷിക്കും. എന്തോ അവിടേക്കാണ് അപ്രതീക്ഷിതമായിട്ടൊരു സ്ഥാനാർത്ഥിയുമായി അവിടെ നിലവിലുണ്ടായിരുന്ന MP ഉണ്ട്, അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് അദ്ദേഹത്തിൽ തീരുമാനമാക്കി ചെയ്തത്. അല്ലല്ല, അദ്ദേഹം ഇല്ലാന്ന് എനിക്കറിയാം. TN പ്രതാപൻ മത്സരത്തിനില്ലാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. AICC കത്തും കൊടുത്തിട്ടുണ്ട്, എന്നെ ഒഴിവാക്കണം. പക്ഷെ അന്നേരം മത്സരിക്കണമെന്നാണ് പാർട്ടി പ്രതാപനോട് പറഞ്ഞത്. പലതരത്തിലുള്ള അന്വേഷണ കമ്മീഷനെ താങ്കൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു അന്വേഷണം വേണ്ട എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. അതായത് പാർട്ടി സംവിധാനത്തെ പോലും വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാവുന്നില്ല കെ മുരളീധരൻ. അങ്ങനല്ല, ഒരു പരാജയം വന്ന സ്ഥിതിക്ക് അദ്ദേഹം തന്നെ പറഞ്ഞു, എന്നെ തോൽപ്പിച്ചാണെന്ന് പറഞ്ഞു. ഇപ്പം പറഞ്ഞു പാർട്ടി എന്തായാലും അന്വേഷിക്കണോ, ജയിക്കുന്ന സീറ്റ് തോറ്റ അന്വേഷിക്കണ്ടേ, എന്തുകൊണ്ട് തോറ്റു, ആരാ ഉത്തരവാദി, അത് കണ്ടെത്തണ്ടേ. അതിനാണ് പാർട്ടി കമ്മീഷൻ വെച്ചിട്ടുള്ളത്. അതിൽ പാർട്ടി വെച്ച കമ്മീഷൻ അന്വേഷണം നടത്തി റിപ്പോർട്ട് പാർട്ടി കൊടുക്കും. അപ്പോഴേ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും എവിടെയാണ് ഇതിൻ്റെ ഒരു പാളിച്ച വന്ന്. നമുക്ക് അന്നേരം പറയാം, ഇപ്പം പറയാൻ പറ്റില്ല. ഈ വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി ഒഴിയുകയാണെങ്കിൽ ആ സീറ്റ് പിന്നെ മുരളീധരന് കൊടുക്കുന്ന ആവശ്യം കേസുധാര വന്നപ്പോൾ സ്വകാര്യമായിട്ട് പറഞ്ഞാണ് കേട്ടത്. ഈ വയനാട് സീറ്റിന്റെ കാര്യത്തിൽ മുരളീധരൻ മത്സരിക്കുന്ന അഭിപ്രായക്കാരാണോ? അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. കോഴിക്കോട്ട് ഞാനത് പറയാം, ഞാനാരാ പറയാൻ. അത് കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് എടുക്കേണ്ട തീരുമാനം. ഞാൻ പറയാൻ ആരുമല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ലീഡർഷിപ്പ് എടുക്കേണ്ട തീരുമാനമാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനം എടുക്കേണ്ടത്. അതിന് എനിക്കിങ്ങനെ ഉത്തരം പറയാൻ പറ്റും? എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചാൽ നടക്കൂല, അതും പറഞ്ഞേക്കാം.
ഒരാള് പൊതു രാഷ്ട്രീയ രംഗം വിടുക എന്ന് പറയുമ്പോ അതിനംഗീകരിക്കും. ഒരിക്കലും വിടില്ല. ഇത് നിങ്ങളെപ്പോലത്തെ ആൾ ഉണ്ടാക്കുന്ന വിഷയമാണല്ലോ, വിടില്ല ഇതാണോ വാർത്ത. ഞാൻ ചോദിക്കട്ടെ, മുരളീധരൻ ഒരിക്കലും രാഷ്ട്രീയം വിടില്ല, തെറ്റിദ്ധരിക്കട്ടെ നിങ്ങൾ. അദ്ദേഹത്തിനുണ്ടായ താൽക്കാലിക വിഷമം കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. ഒരിക്കലും പൊളിറ്റീഷ്യനാണ് വിടില്ല, തർക്കം നിങ്ങൾക്ക് വേണ്ട. അയാൾക്ക് വിടാൻ പറ്റൂല. എങ്ങനെ വിടാൻ പറ്റും? അയാൾക്ക് വിടാൻ പറ്റില്ല. അതുകൊണ്ട് മുരളീധരൻ ഇപ്പൊ നടന്ന സംഭവങ്ങൾ ശരിയാണ്, പക്ഷെ ഒരിക്കലും മുരളിക്ക് രാഷ്ട്രീയം വിടാൻ കഴിയില്ല, ഇത് അവസാനിപ്പിക്കാനും കഴിയില്ല. ഒരിക്കലും അധികം തയ്യാറാവില്ല. സ്വാഭാവികമല്ല. ഇത്രയും ഇലക്ഷൻ കഴിഞ്ഞ് ഇത്രയും 19 ദിവസം ഓടിയിട്ട് കുറച്ച് ദിവസം റെസ്റ്റ് വേണ്ടി മാറി ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കി നടക്കുന്നത്. അത് കാണുന്നില്ല, അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല. എന്നേക്കാൾ എത്രയോ മുതിർന്ന ആൾ വേറെ ഉണ്ട്. ഞാൻ വളരെ താഴെ. അതുപോലെ 1-2 ദേശീയ നേതാക്കൾ വേണുഗോപാൽ വന്നു, പിന്നെ ശിവകുമാർ വന്നു എന്ന് ചോദിച്ചാൽ കാര്യമായിട്ട് വളരെയധികം പറിച്ച് തൃശ്ശൂരിലേക്ക് തട്ടിക്കുന്ന മുരളീധരനെ സഹായിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉത്സാഹിച്ചില്ല എന്നുള്ള വിമർശനം അദ്ദേഹം നടത്തി. കുറച്ചുകൂടെ കോൺഗ്രസ് നേതൃത്വം അതിനോട് ഒരു പ്രതിപത്തി കാണിക്കണമായിരുന്നു. അല്ല, അവിടെ DK ശിവകുമാർ പോയി. KPCC പ്രസിഡന്റ് ആണെങ്കിൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു, AICC സംഘടനാ ജനറൽ സെക്രട്ടറി മത്സരിക്കുന്നു. അപ്പം അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി വിട്ടുപോകാൻ അവർക്കും കഴിയില്ല. അവൈലബിൾ ആയിട്ടുള്ള ലീഡർ എന്ന് പറയുന്നത് അന്ന് DK ആണ്. DK വലിയ സ്റ്റാർ ക്യാമ്പയിനർ ആയിരുന്നു. അതുകൊണ്ടാണ് DKനെ അവിടെ അയച്ചത്. അതിപ്പോൾ ഒരു നേതാവ് വന്നാൽ ഒരുപാട് പരിപാടി കാണും. അപ്പോൾ ഓരോ സമയം കൊടുക്കാൻ പറ്റും ഒരാൾക്ക്. അങ്ങനെയാണ് ആ സമയം കൊടുത്തത്. ഈ രാഘവേട്ടൻ കോഴിക്കോട് വന്ന് മത്സരിച്ചിട്ട് ഫസ്റ്റ് തന്നെ ജയിച്ച സമയത്ത് ഇപ്പൊ ഏകദേശം 200 ഓരോ ഷെയർ ഭയങ്കരമായിട്ട് കൂടുന്നു. ഈ കാലത്തിനിടയ്ക്ക് 15 വർഷമായിട്ടാണ് 20 വർഷം അടുത്ത ടൈമിലേക്കാണ്. ഈ കാലത്തിനിടയ്ക്ക് കോഴിക്കോട് ഒരാളും നിയമസഭയിലേക്ക് കോൺഗ്രസ് മത്സരിച്ചിട്ട് ജയിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു എന്ന് മാത്രമല്ല, ഭയങ്കര വോട്ട് ഷെയർ വരുന്നു. അതേസമയം നിയമസഭയിലേക്ക് ഒരു മണ്ഡലത്തിൽ നിന്ന് പോയി ഇവിടെ ഏകദേശം 5-6 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്, ലീഗിന്റെ സമാനമായ സീറ്റിൽ. ആ രീതിയിലേക്ക് MLA-മാരെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഇത്തവണ ഞാൻ പറയാം, ഇത്തവണ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും കോർപ്പറേഷൻ ഇലക്ഷൻ ആണെങ്കിലും നിയമസഭ ഇലക്ഷൻ ആണെങ്കിലും കോഴിക്കോട് ജില്ലയിൽ UDF റെക്കോർഡ് വിജയമുണ്ടാക്കും. നിങ്ങൾ നോക്കിക്കോ. ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം UDF-ഉം കോൺഗ്രസും മെച്ചപ്പെട്ട നില ഇവിടെ ഉണ്ടാക്കും, മികച്ച പ്രകടനം കാഴ്ചവെക്കും. ഒരു സംശയം വേണ്ട, ഒരു സംശയം. നിങ്ങൾ എഴുതി വെച്ചോ, ഈ ഇലക്ഷനിൽ കോൺഗ്രസ് MLA-മാർ കോഴിക്കോട് ജില്ലയിലുണ്ടാവും. നമ്മളെ കഴിഞ്ഞ കാര്യം പറഞ്ഞിട്ട് വല്ല കാര്യം അല്ല. ഈ ചത്ത കുഞ്ഞിയുടെ ജാതം നോക്കിയിട്ട് വല്ല കാര്യം അല്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വന്ന എല്ലാ പാളിച്ചും ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ തിരുത്തുന്നു. വരാൻ വേണ്ടി പോകുന്ന ഓരോ ഇലക്ഷനിലും ഞങ്ങൾ തിരിച്ചു വരും. ഒരു സംശയമുണ്ട്. കോഴിക്കോട് നിങ്ങൾ കണ്ടോ, കോഴിക്കോട് UDF-ന് നല്ല വളരെ മെച്ചപ്പെട്ട നിലയായിരിക്കും, സംശയം നിങ്ങൾക്ക് വേണ്ട. അത് ജില്ലാ പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും പഞ്ചായത്താണെങ്കിലും നിയമസഭയാണെങ്കിലും. ഈ കോഴിക്കോട്ട് മുഴുവൻ മണ്ഡലങ്ങളും CPM-ന് അതിഭീകരമായിട്ടുള്ള CPM-ന് സംഭവിച്ചത് എന്താണ്? പേപ്പറുകളത്തെ കോട്ടകൾ പോലും എഴുത്തപ്പുറത്തെ കോട്ടകൾ പോലും CPM തകർന്ന രീതിയിലുള്ള സംഭവമുണ്ട്. അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം അതിശക്തമായി വന്നു. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പ്രത്യേകിച്ച് ഇവിടെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ CPM ശ്രമിച്ചു. ഈ 2 ഘടകങ്ങൾ അവരുടെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഒന്ന് ഭരണവിരുദ്ധ വികാരം വ്യാപകമാണെന്നുണ്ടെങ്കിൽ അത് കോളേജുകളിൽ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിത്രമുണ്ട് SFIയെ കുറിച്ച്. ഈ നേരത്തെ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ പോലെ തന്നെ കോളേജ് ക്യാമ്പസുകളിൽ കലാലയങ്ങളിൽ SFI വിരുദ്ധ വികാരം ശക്തമായി വന്നിരിക്കുകയാണ്. ഇപ്പൊ പേരൻസ് പേടിച്ച് നിൽക്കുകയാണ്, കുട്ടി അയക്കാൻ കഴിയുന്നില്ല പേടിച്ചിട്ട്. എന്താ സംഭവിക്കുന്നത് ആർക്കും പറയാൻ പറ്റില്ല. അത് SFI തിരുത്തണമെന്നെ ആ കത്ത് നീക്കം. CPM ഇടപെട വിഷയങ്ങളിൽ ഈ പോക്ക് സമ്മതിക്കാൻ പാടില്ല. കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന കോളേജിൽ പോയിട്ടു. ഈ സാമുദായിക ധ്രുവീകരണമാണ് LDF പരാജയത്തിന് കാരണം പറയുമ്പോൾ മറുഭാഗത്ത് BJP വലിയ തരത്തിലുള്ള വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ ചെയ്തു. അതൊരു ധ്രുവീകരണത്തിന് ഭയപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം പറഞ്ഞു ഇതൊരു കേരളത്തിലെ UDFന്റെ വിജയം അല്ലെങ്കിൽ ഡൽഹിയിലെ ഇന്ത്യ അലയൻസിന്റെ വിജയം ജനാധിപത്യ മതേതര ശക്തിയുള്ള വിജയമാണ് ഞാൻ പറഞ്ഞു. ഇപ്പൊ കേരളത്തില് ഇതിന് വഴിവെച്ചത് ആരാണ്? ഇപ്പൊ തൃശ്ശൂർ വിജയം എടുക്കാം. തൃശ്ശൂർ വിജയത്തിൽ 6 അസംബ്ലി മണ്ഡലങ്ങളിലും CPM കോട്ടകളിൽ പോലും BJP മുന്നിട്ടെന്ന് ആലോചിക്കണം. എന്തിന് കോഴിക്കോട് പല ബൂത്തുകളിലും അത് അവസരം ഉണ്ടാക്കിയത് CPM ആണ്. CPM ആണ് ഉണ്ടാക്കിയത്. കേരളത്തിലുടനീളം നിങ്ങൾ ആലോചിക്കേണ്ടത് BJPക്ക് ഇത്രമാത്രം കടന്നു വരവിന് സഹായിച്ചത് CPM ആണ്. CPM നിലപാടാണ്. ഓരോ ഘട്ടങ്ങളും CPM സ്വീകരിക്കുന്ന നിലപാടതാണ്. അത് CPM ആണ് തിരുത്തേണ്ടത്. CPM ആണ് ഉത്തരം പറയുന്നത്. ഈ ക്യാമ്പയിനുകളിലൊക്കെ രാഘവേട്ടനെതിരെ പ്രധാനമായിട്ട് പറഞ്ഞത് രാഘവേട്ടൻ പാർലമെന്റിലോ പുറത്തോ BJPക്കെതിരെ പൊതുവെ ഒന്നും സംസാരിക്കില്ല. അവരെ ക്യാമ്പയിനുകളിലെ കാര്യമാണ് പറയുന്നത്. ക്യാമ്പയിനുകളിലൊക്കെ പൊതുവെ ഇളമല കരീമിനെ നിങ്ങളെ താരതമ്യം ചെയ്തൊക്കെ പറയുന്ന സമയത്ത് ഇളമല കരീം ശക്തമായിട്ട് BJPക്കെതിരെ രംഗത്ത് വരുന്നു, പ്രസ്താവന നടത്തുന്നു. രാഘവേട്ടൻ പാർലമെന്റിൽ പൊതുവെ ചോദിച്ച നന്നായി പറയാൻ അവസരേ ആരാ ചോദിക്കാൻ നോക്കിക്കുക. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ 2 തവണ സസ്പെൻഷൻ വാങ്ങിയ ആളാണ് പാർലമെന്റിൽ. 2 ആഴ്ച ഞാൻ പുറത്തായിരുന്നു. ഞങ്ങൾ വെല്ലിലിറങ്ങി മോദി ഗവൺമെന്റിന്റെ വടക്കേ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി കാണിക്കുന്ന ഈ കൊലപാതകം ഉൾപ്പെടെയുള്ള അവരുടെ ഈ അക്രമ സ്വഭാവമുള്ള സംഭവങ്ങൾക്കെതിരായി മുദ്രാവാക്യം വിളിച്ച് ബഹളം ഉണ്ടാക്കിനപ്പുറത്ത് 2 തവണ പുറത്ത് പോയി നിങ്ങളായിരിക്കണം. 2 തവണ എന്ന് മാത്രമല്ല, പൗരത്വ നിയമം ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചു. അതൊക്കെ കഴിഞ്ഞ ഇലക്ഷനിൽ കരീം പറഞ്ഞതാണ്. ഞാൻ 43 കിലോമീറ്റർ നടന്നു താമരശ്ശേരി മുതൽ ഫറോക്ക് വരെ 2 ദിവസം. ഈ പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭണ ജാഥ ഞാൻ നയിച്ചു. കോഴിക്കോട്ടെ പല സമരങ്ങളുടെ മുമ്പിൽ നിന്നു. എന്നെക്കുറിച്ച് പറഞ്ഞത് എന്താ? അതുമാത്രമാണോ? ഞാൻ സഭയിൽ ഒരു ചോദ്യവും ചോദിച്ചില്ല എന്നാ. ഞാൻ റെക്കോർഡ് ഹാജരാക്കി, പിന്നെ നിർത്തി സാധനം. അപ്പം അതാ ഞാൻ പറഞ്ഞത്, എത്ര തന്നെ കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ഇതൊക്കെ ജനങ്ങൾ കാണുന്ന ആലോചിക്കണം. ഇതൊക്കെ ജനം കാണുന്നുണ്ട്. വ്യക്തിഹത്യ നടത്തി എന്നെ തോൽപ്പിക്കാൻ എല്ലാ സമയത്തും CPM ശ്രമിച്ചു. കഴിഞ്ഞ തവണ അതിന് ലീഡർഷിപ്പും കരീമിനായിരുന്നു. കഴിഞ്ഞ എല്ലാ ഇലക്ഷനും എന്നെ വ്യക്തിഹത്യ നടത്താൻ നന്നായി ശ്രമിച്ചു ഇവർ. ഈ ഇലക്ഷൻ നടത്തി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചെന്താ അറിയോ? ഞങ്ങൾ ഇലക്ഷൻ്റെ ആദ്യ ഘട്ടത്തിൽ മായനാജി വിടേണ്ട ഞങ്ങൾ തീരുമാനിച്ചു, ഒരു കാരണവശാലും നമ്മൾ വ്യക്തിഹത്യ നടത്തുന്ന ഇലക്ഷൻ പ്രചരണം വേണ്ട. ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ആലോചിക്കണം, ഞങ്ങൾക്ക് പറയാനില്ലായിട്ടാണോ? എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങളോട് ചോദിച്ചല്ലോ BJPക്കെതിരെ പറഞ്ഞില്ല. BJPക്കെതിരെ പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്ന ദിവസമാണ് അദ്ദേഹം ആ ചർച്ചയിൽ പങ്കെടുക്കാതെ BMSന്റെ കോഴിക്കോട് കേരള സംസ്ഥാന സമ്മേളനത്തിൽ പാലക്കാട് പങ്കെടുത്ത് നിങ്ങൾ ആലോചിക്കണം. ആ ചർച്ചയിൽ പങ്കെടുക്കാതെ അത് അവിടെ പറഞ്ഞാൽ എന്താ? ഇന്ന് പാർലമെന്റിൽ പ്രധാനപ്പെട്ട ചർച്ചയുണ്ട്, പക്ഷേ അത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഈ സമ്മേളനത്തിൽ ഒന്നും അദ്ദേഹം അവിടെ പറഞ്ഞത്. ഇന്ന് ആലോചിക്കണം. അതിന്റെ അർത്ഥം എന്താ? ആരാണ് BMS വേണ്ടി നിലകൊള്ളുന്നത്? BJPക്ക് വേണ്ടി. വളരെ കൃത്യല്ലേ?
പിന്നെ വേറൊന്നുണ്ട്, ഞങ്ങൾ ഇതിന്റെ ഇപ്പൊ രാജ്യസഭയിൽ അദ്ദേഹം കക്ഷിയാളാവാം, അവർക്ക് ഇപ്പൊ സമയം കിട്ടും. ഞങ്ങൾക്ക് 52 പേര് സഭയിലുണ്ട്. ഞങ്ങൾ കിട്ടുന്ന ചെറിയ സമയമാണ്. ആ സമയം ഞങ്ങൾ ഷെയർ ചെയ്യാണ്. പാർട്ടി തീരുമാനിക്കും ആരൊക്കെ സംസാരിക്കണം. അങ്ങനെ സംസാരിക്കാൻ പറ്റൂ. ബാക്കിയെല്ലാം ടോസാണ്. അപ്പോ വ്യക്തിഹത്യ നടത്താൻ ശ്രമം നടത്തിയെന്നുള്ള സത്യമാണ് അവർ. ഇതിന് ഒരു കാര്യം പറഞ്ഞില്ല, ഇതിനൊക്കെ കിട്ടിയ ശിക്ഷയാണ് ഈ ശിക്ഷ മനസ്സിലാക്കിയാൽ മതി. ദൈവം വലിയൊരാളാണ്, മുകളിലൊരാളുണ്ട്, മനസ്സിലാക്കിക്കോളൂ. ഞാൻ വലിയ വിശ്വാസിയാണ്. ദൈവം വലിയൊരാളാണ്, ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഇതൊക്കെ ആളുകൾ ഇടിച്ച് താഴ്ത്തി നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇതൊക്കെ ജനമെല്ലാം കാണുന്ന നിങ്ങൾ ആലോചിക്കണം. ജനം അതിന് ശിക്ഷയാണ് കിട്ടിയതെന്ന് ആലോചിച്ചാൽ മതി. അവസാനിപ്പിക്കാൻ തോന്നുന്നു. പിന്നെ ആമുഖത്തിൽ പറഞ്ഞ പോലെ വികസനവും രാഷ്ട്രീയവും ഒക്കെ വിശദമായി തന്നെ സംസാരിച്ചു. ഇലക്ഷൻ കഴിഞ്ഞു. നമുക്ക് കോഴിക്കോടിന്റെ വികസന കാര്യത്തിൽ MP-യുടെയും സംസ്ഥാന സർക്കാരിന്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരാണ് കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകരും. എയിംസ് പോലുള്ള പിന്നെ ആവശ്യങ്ങളിൽ, കോഴിക്കോട് നിർബന്ധമായി കിട്ടേണ്ട അവകാശങ്ങളിൽ കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്ന് മാധ്യമ സമൂഹത്തിനോട് ഞാൻ പ്രത്യേകം പറയുകയാണ്. ഈ തിരക്കുള്ള സമയത്ത് അദ്ദേഹം എത്തി പ്രസിൽ വന്നതിൽ പത്രക്കാരുടെ സന്തോഷം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. പ്രസ് ക്ലബിന്റെ ഉപഹാരം സെക്രട്ടറി അദ്ദേഹത്തിന് നൽകുന്നു. ഇതിന് കടുത്ത് കഴിഞ്ഞിട്ട് UDF ജില്ലാ കമ്മിറ്റിയുടെ പ്രശ്നങ്ങളാണല്ലോ. DCC പ്രശ്നമാണ്.